തുറക്കാൻ പറയുകയും ആ വാഹനത്തിൻ്റെ ഡോർ ഇവർ തുറന്നു കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഇവർ അകത്ത് കയറി ഇവർ സംസാരിച്ച് പ്രശ്നമായി, വണ്ടി ഇവിടെ ഇട്ടാൽ മതി, വണ്ടി പോകണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ പാസഞ്ചർ ഉണ്ടായിരുന്നു. ആ പാസഞ്ചറിനെ പോലും പെരുവഴിയിൽ ഇറക്കി വിട്ടു, പാതി വഴിയിൽ ഇറക്കി വിടുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്ത ഒരു തെമ്മാടിത്തരമാണ് നമ്മളന്ന് തിരുവനന്തപുരം ജില്ലയിൽ കണ്ടത്. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചർച്ചാ വിഷയമായൊരു കാര്യം കൂടിയായിരുന്നു. പക്ഷേ ആ ഒരു കാര്യം വന്ന സമയത്ത് നമ്മുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രതിനിധിയായ ആര്യ രാജേന്ദ്രൻ അവർക്കെതിരെ ഒരാക്ഷനും പിന്നീട് വന്നിട്ടില്ല. ഈ പറയുന്ന ഡ്രൈവർ യദു വാഹനത്തിൽ ഇരുന്നുകൊണ്ട് ഹാൻഡ്സ് പോലത്തെ എന്തൊക്കെയോ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കവർ നമുക്ക് ഡോറ് തുറന്നപ്പോൾ കിട്ടി. ആ കവർ നമുക്ക് ഈ വീഡിയോയിലൊക്കെ കാണുമ്പോഴേ അറിയാം, ഒരു പ്ലാസ്റ്റിക് കവറാണ്. പിന്നെ ഡ്രൈവർ യദു വാഹനം ഓടിച്ച സമയത്ത് ലൈംഗിക ചേഷ്ടയോടുകൂടി ആംഗ്യം കാണിച്ചു എന്നും ഈ പറയുന്ന നമ്മുടെ ആര്യ രാജേന്ദ്രൻ പറയുന്നുണ്ട്. ഇതൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്. എന്തിന് ഞാനിത് വീണ്ടും എടുത്തിടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധാരണക്കാരനായിട്ടുള്ള യദു അദ്ദേഹത്തിൻ്റെ കുടുംബം പോറ്റാനായിട്ട് ജോലിക്ക് വന്നതാണ്. ആ കുടുംബം പോറ്റാണ്ട് തൃശ്ശൂരിൽ നിന്ന് വന്ന വാഹനമാണെന്നാണ് അറിയാൻ സാധിച്ചത്. ആ വാഹനത്തിൽ അത്രയും ദൂരത്തുനിന്ന്